എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷകളായിട്ടുള്ള രസതന്ത്രം അതുപോലെ തന്നെ ജീവശാസ്ത്രം പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാവാനായിട്ട് എത്ര മാർക്ക് കിട്ടണം, അതുപോലെ തന്നെ സ്ക്രൈബ് സഹായത്തോടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം, അതുപോലെ A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വിദ്യാർത്ഥികൾക്ക് കിട്ടണം എന്നിങ്ങനെയുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് രസതന്ത്രവും ജീവശാസ്ത്രവുമാണ്, അതായത് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഈ ഒരു ബയോളജിയുമാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി 2 പരീക്ഷയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇനിയുള്ള സബ്ജക്റ്റുകളൊക്കെ 40 മാർക്കിൽ മാത്രമാണ് പരീക്ഷ ഉള്ളത്. ഈ ഒരു 80 മാർക്കുള്ള പരീക്ഷകളൊക്കെ ഇനിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രസതന്ത്രം അതുപോലെ തന്നെ ജീവശാസ്ത്രവും എന്നിങ്ങനെയുള്ള 2 പരീക്ഷകളും 40 മാർക്കിലും അതുപോലെ തന്നെ ഇതിനോടൊപ്പം 10 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 50ലാണ് വരിക. അതായത് ഈ ഒരു 10 മാർക്ക് CE ഓൾറെഡി ടീച്ചേഴ്സ് എൻ്റർ ചെയ്തിട്ടുള്ള മാർക്കാണ്, അതുകൊണ്ട് തന്നെ അതെല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു 40 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം ജയിക്കാനായിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് 5 മാർക്ക് കിട്ടിയാൽ ജയിക്കുമോ എന്നുള്ളത്. 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അതായത് ഈ ഒരു 5 മാർക്കും അതുപോലെ CE മാർക്ക് നിങ്ങൾക്ക് 10 മാർക്ക് ഉണ്ടെങ്കിൽ 10 മാർക്ക് ആ ഒരു ടോട്ടൽ കൂട്ടിയിട്ട് 15 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു 50ൽ കിട്ടുകയാണെങ്കിൽ, അതായത് 50ൻ്റെ 30% മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. 50ൻ്റെ 30% എന്ന് പറയുമ്പോൾ അത് 15 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു SSLCയുടെ ഈ ഒരു 40 മാർക്കുള്ള സബ്ജക്റ്റ് ജയിക്കുന്നത് ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 15 മാർക്ക് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അത് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ് ഈ ഒരു D+ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് വാങ്ങിക്കുക. അതായത് നിങ്ങൾക്കൊരു 20 മാർക്കിനും അതുപോലെ തന്നെ ഒരു 35 മാർക്കിനും ഇടയിലായിട്ടെങ്കിലും നിങ്ങൾ മിനിമം നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് 5 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ഉൾപ്പെടെ ആകെ കിട്ടുക എന്ന് പറയുന്നത് D+ ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള പരീക്ഷകളായിട്ടുള്ള രസതന്ത്രം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇന്നും നാളെയും, അതായത് ശനിയും ഞായറും ഈ 2 ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഈ ഒരു കെമിസ്ട്രി പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അതുപോലെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് അത് കൃത്യമായിട്ട് അറിയുന്ന ആൻസർ എഴുതിയ ശേഷം പിന്നീട് അത് ആൻസർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും അതുപോലെ തന്നെ അറിയാത്ത ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് മിനിമം അറ്റൻഡ് ചെയ്യാനെങ്കിലും ശ്രദ്ധിക്കുക. അറ്റൻഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറിയില്ല, അതിൻ്റെ കുറച്ച് പോയിന്റ്സ് അറിയാം, ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ കുറച്ച് പോയിന്റ്സ് അറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ പെൻ ഉപയോഗിച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്. കാരണം പല വിദ്യാർത്ഥികൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ആൻസർ മാത്രം പെന്ന് കൊണ്ട് എഴുതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് പെന്ന് ഉപയോഗിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് അറിയാവുന്ന ആൻസേഴ്സ് എത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഒട്ടും ടെൻഷൻ അടിക്കാതെ തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കുക. ഈ ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. എന്നാൽ ഈ ഒരു 5 മാർക്കിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. കാരണം ഈ ഒരു D+ കിട്ടിയതുകൊണ്ട് പിന്നീട് പ്രത്യേകിച്ച് വല്ല ഉപകാരം ഉണ്ടാവില്ല. കാരണം ഈ ഒരു ആ ഒരു സബ്ജക്റ്റ് ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചു എന്ന് പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മിനിമം ഒരു 20 മാർക്കിനും അതുപോലെ തന്നെ 35 മാർക്കിനും ഇടയിലൊക്കെ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളോട് പറഞ്ഞു 40 മാർക്കിൽ 10 മാർക്ക് CE ഉൾപ്പെടെ ഈ ഒരു 50 മാർക്കിലാണ് പരീക്ഷ എഴുതുന്നത്. 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ 5 മാർക്കേ വേണ്ടൂ. എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് 3 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. 3 മാർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ 13 മാർക്കാണ്. ഈ ഒരു 13 എന്ന് പറയുമ്പോൾ അത് D ഗ്രേഡിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു റേഞ്ച് വരുന്നത്. അതായത് ആ ഒരു ഗ്രേഡ് വരുന്നത് D ഗ്രേഡ് ആയിരിക്കും. D എന്ന് പറയുമ്പോൾ അത് ഫെയിൽഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളെ ജയിക്കാനായിട്ട് സഹായിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു SPCക്ക് ഉണ്ടെന്ന് കരുതുക. SPCക്ക് അതായത് ഈ വർഷത്തെ ഗ്രേസ് മാർക്കിൻ്റെ ഓർഡർ വന്നിട്ടില്ല. അത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു കേരള ഗവൺമെൻറ് ഈ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ഓർഡർ സാധാരണഗതിയിൽ പുറത്തിറക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ SPC ആണെന്ന് കരുതുക. SPC ആണെങ്കിൽ SPC സ്റ്റുഡൻറ്റ് പോലീസ് പ്രൊജക്റ്റിന് ഏകദേശം 20 മാർക്കാണ് CE മാർക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 20 മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു രീതിയിൽ CE മാർക്ക് ഉണ്ട്, CE അല്ല ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിദ്യാർത്ഥി
വിദ്യാർത്ഥിക്ക് അതായത് ഇവിടെ ജയിക്കാനായിട്ട് അതായത് നിങ്ങളുടെ ടോട്ടൽ സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നോക്കും. അങ്ങനെ നോക്കിയിട്ട് ഏതൊക്കെ സബ്ജക്റ്റ് തോൽക്കാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് ആ ഒരു സബ്ജക്റ്റുകൾക്ക് ഈ ഒരു 20 മാർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഗ്രേസ് മാർക്ക് എത്രയുണ്ടോ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് മാക്സിമം അത് 90% മാർക്ക് ആകുന്നത് വരെയാണ് ആ ഒരു സബ്ജക്റ്റിന് ഈ ഒരു രീതിയിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 3 മാർക്കേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറവുള്ള ആ ഒരു 2 മാർക്ക് ഗ്രേസ് മാർക്കിൽ നിന്നും എടുത്തിട്ട് ആഡ് ചെയ്ത് തരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു A+ കിട്ടുന്നതിനായിട്ട് അതായത് A+ കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്കറിയാം ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ 35 മാർക്കാണ് കിട്ടേണ്ടത്. കിട്ടിക്കഴിഞ്ഞാലാണ് A+ കിട്ടുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു 90 മാർക്കാണ് ഈ ഒരു A+ കിട്ടാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 90 മാർക്ക് അതായത് ഈ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്കൊരു 33 മാർക്കേ ഉള്ളൂ എന്ന് കരുതുക. അതുപോലെ 50 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 89 മാർക്കേ ഉള്ളൂ എന്ന് കരുതുക. CE ഉൾപ്പെടെ 89 മാർക്കേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതായത് ഇവിടെ നിങ്ങൾക്ക് 20 മാർക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇവിടെ നിങ്ങൾക്ക് A+ ആവാനായിട്ട് എത്ര മാർക്കിൻ്റെ കുറവുണ്ട് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് അതിനെ A+ ആക്കി തരും. അതുപോലെ തന്നെ 90 മാർക്ക് കിട്ടേണ്ടത് ഇവിടെ 89 മാർക്കുള്ള 1 മാർക്കിൻ്റെ കുറവുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു ഗ്രേസ് മാർക്ക് ഈ ഒരു മാർക്കിൽ 1 മാർക്ക് ഗ്രേസ് മാർക്കിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്ത് അതിനെ 90 ആക്കിയിട്ട് അത് A+ ആക്കുന്നതാണ്. ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സ്ക്രൈബ് കാൻഡിഡേറ്റ്സ്. സ്ക്രൈബ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്താണ് എന്നുള്ളൊരു സംശയമുണ്ടാകും. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അതായത് സ്വന്തമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ചിലപ്പോൾ എന്തെങ്കിലും പരിക്കുകൾ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകല്യങ്ങൾ കാരണമോ സ്വന്തമായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും ഒരു സഹായിയെ അതായത് പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് അനുവദിക്കും. അപ്പോൾ അത് ചിലപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും ഈ ഒരു ഹെൽപ്പിനായിട്ട് അതായത് ഈ ഒരു സ്ക്രൈബ് ആയിട്ടുണ്ടാവും. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പരീക്ഷാ സഹായി എന്നതാണ് സ്ക്രൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പരീക്ഷ എഴുതാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സഹായി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കാണ് വരിക. അപ്പോൾ 50 മാർക്കിൽ നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ 15 മാർക്ക് നിങ്ങൾക്ക് CE ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CE ആണ്. ടോട്ടൽ നിങ്ങൾക്ക് 100 മാർക്കിലാണ് വരിക. 100 മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു 30 മാർക്ക് ലഭിക്കണം. 30 മാർക്ക് എന്ന് പറയുമ്പോൾ 20 മാർക്ക് CE ഓൾറെഡി കിട്ടും. 10 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് CE ഉൾപ്പെടെ മാർക്ക് കിട്ടുകയാണെങ്കിൽ അതായത് ഈ ഒരു CE മാർക്ക് ഫുൾ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ 5 മാർക്ക് നിങ്ങൾ ഈ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റിലും 10 മാർക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ ജയിക്കും. അതായത് സാധാരണ വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് തന്നെയാണ് സ്ക്രൈബ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാൻ വേണ്ട മാർക്കിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ ഈ ഒരു സ്ക്രൈബ് അതായത് സ്ക്രൈബായിട്ട് ആരാണ് നിൽക്കുന്നത് അവർ നിങ്ങൾക്ക് എഴുതി തരുന്നതാണ്. അതായത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ഈ ഒരു 5ഓ 10ഓ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു D+ ഗ്രേഡെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും നേടി സ്ക്രൈബ് വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതായത് ഈ ഒരു സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ജയിക്കാൻ വേണ്ട 5 മാർക്ക് 40 മാർക്കിൻ്റെ വിഷയത്തിൽ 5 മാർക്ക് 80 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് സ്ക്രൈബിൻ്റെ ആ ഒരു സ്ക്രൈബായിട്ട് നിങ്ങൾക്ക് ആരാണോ പരീക്ഷ എഴുതാൻ സഹായിക്കുന്നത് അവർ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അത്രയും മാർക്ക് എഴുതിയിട്ട് തരുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിച്ചു തരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ ആൻസർ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ മാർക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എല്ലാവരും ജയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു പരീക്ഷ ജയിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഈ ഒരു A+, A ഗ്രേഡ് എന്നിങ്ങനെയുള്ള ഗ്രേഡുകൾ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A+ മുതൽ ഈ ഒരു D+ വരെ ലഭിക്കാനായിട്ട് വേണ്ട മാർക്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നമുക്ക് നോക്കാം. 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A+ കിട്ടാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു 35 മാർക്ക് മുതൽ 40 വരെ മാർക്ക് കിട്ടിയാലാണ്. അത് പരീക്ഷയിൽ 35 മുതൽ 40 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ A+ കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജയിക്കാനെങ്കിൽ അതായത് D+ ഗ്രേഡാണ് ജയിക്കാനായിട്ട് ഏറ്റവും കുറവ് വേണ്ടത്. ഈ ഒരു രീതിയിൽ D+ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾ ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ അതിൽ നിങ്ങൾ 5 മാർക്ക് മുതൽ 9 മാർക്കിനിടയിലായിട്ട് മാർക്കെങ്കിലും വായിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡെങ്കിലും കിട്ടി നിങ്ങൾ ജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു 72 മാർക്ക് മുതൽ 80 വരെ മാർക്ക് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുക. നിങ്ങൾക്ക് CE 20 ഫുള്ള് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 70 മാർക്ക് മുതൽ വായിച്ചാൽ മതി. അതായത് 70 മാർക്ക് മുതൽ അത് A+ ഗ്രേഡായിട്ട് കണക്കാക്കും. ഇതിൽ ജസ്റ്റ് പാസ്സാവുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് ജയിക്കാൻ വേണ്ടത് 10 മാർക്ക് മുതൽ 19 മാർക്ക് വരെ കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഒരു വിദ്യാർത്ഥി D+ ഗ്രേഡ് കിട്ടിയിട്ട് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ജയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.